63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ലാപ്പിലേക്ക്. വേദി 1 MT നിളയിൽ പരിപാടി അവസാനിക്കുകയാണ്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിക്കായി ഒരുങ്ങി സെൻട്രൽ സ്റ്റേഡിയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ്. പരിപാടികളെല്ലാം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. 9 വേദികളിൽ പരിപാടികൾ തുടരുമ്പോൾ എനിക്ക് പിന്നിലുള്ള MT നിള എന്നറിയപ്പെടുന്ന വേദി 1-ൽ പരിപാടികൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. നാടോടി നൃത്തമായിരുന്നു ഇന്നിവിടെ ഉണ്ടായിരുന്നത്. ബോയ്സിന്റെ HSS വിഭാഗത്തിന്റെ നാടോടി നൃത്ത മത്സരമാണ് ഏറ്റവും അവസാനമായി ഈ വേദിയിൽ അരങ്ങേറിയത്. നിറഞ്ഞ സദസ്സിൽ കുട്ടികൾ ആടിത്തിമിർത്തു. ഒപ്പം ഔദ്യോഗികമായി ഈ ഒരു കലോത്സവത്തിന്റെ 63ാമത് സംസ്ഥാന കലോത്സവത്തിന് തിരശീല വീഴാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഔദ്യോഗികമായി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സിനിമാ താരങ്ങളായ ടോവിനോ തോമസ്, ആസിഫ് അലി അടക്കമുള്ളവർ ഈ ചടങ്ങിന് മാറ്റുകൂട്ടാനായി എത്തുന്നുണ്ട്. ഇതിന്റെ സംഘാടകർ അടക്കമുള്ളവർ നമുക്കൊപ്പം ഈ മണിക്കൂറിൽ ചേരുകയാണ്. കാരണം ആദ്യ വേദി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ നോക്കിക്കണ്ടിരുന്ന വേദി 1 സെൻട്രൽ സ്റ്റേഡിയമാണ്. ആ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. 63ാമത് സംസ്ഥാന കലോത്സവത്തിന് അങ്ങനെ തിരശീല വീഴുകയാണ്. എനിക്കൊപ്പം ഉള്ളത് സംഘാടകരാണ്. കൊല്ലം DDയും മുൻ പരീക്ഷാ കൺട്രോളറും ഒക്കെയാണ് ലാൽസാറിനോട് തന്നെ ഈ ഒരു വേദിയുടെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. സാറേ, പരിപാടികൾ അങ്ങനെ ഔദ്യോഗികമായി വേദി 1-ൽ അവസാനിച്ചിരിക്കുന്നു. 9 വേദികളിൽ പരിപാടികൾ തുടരുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ? സർ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1-ാം വേദിയുടെ ചാർജ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറായ എനിക്കും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ RDD ആയ അശോക് സാറിനുമായിരുന്നു തന്നിരുന്നത്. എല്ലാ വേദിയിലെയും പ്രോഗ്രാമുകൾ ഒരേപോലെ മികച്ചതാണ്, ഒരേപോലെ ഗ്ലാമർ ഇനങ്ങളാണ്. പക്ഷേ 1-ാം വേദിയിലെ ഇനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഘനൃത്തം ഉൾപ്പെടെയുള്ള, തിരുവാതിര, ഒപ്പന ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ച ഇനങ്ങൾ, ഏറ്റവും കൂടുതൽ അപ്പീലുകൾ, ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസും വരുന്ന ഇനങ്ങൾ നടക്കുന്നൊരു വേദിയായിരുന്നു 1-ാം വേദി. പക്ഷേ ഈ വർഷം നമ്മൾ 1-ാം വേദിയിലാണ് ഏറ്റവും 9:30 മത്സരം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 9:30 തന്നെ ഞങ്ങൾ 8:30 തന്നെ വന്ന് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവർക്ക് ലോട്ട് കൊടുത്ത് കറക്റ്റ് 9:30 ഇന്ന് 9 മണിക്കും ആ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക. സമയബന്ധിതമായി തന്നെ ഒരു ലാഗുമില്ലാതെ അത് പൂർത്തീകരിക്കുക. ആ രീതിയിൽ 1-ാം വേദി ചടുലമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ടീമും പ്രോഗ്രാം കമ്മിറ്റിയുടെ ടീമും പ്രോഗ്രാം കമ്മിറ്റിയെ സഹായിക്കുന്ന മറ്റ് അനുബന്ധ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ DGയുടെ ഒഫീഷ്യൽസ്, DGയും ബഹുമാന്യനായ നമ്മുടെ ശിവൻകുട്ടി സാർ, മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ പ്രേരണയും എല്ലാം തന്നെ നമ്മുടെ 1-ാം വേദി, എനിക്ക് 1-ാം വേദിയുടെ ചാർജാണ്. 1-ാം വേദിയിലെ എല്ലാ മത്സരങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാവരുടെയും ഭാഗത്തു നിന്ന്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഭാഗത്തു നിന്ന് എല്ലാവരുടെയും വളരെ മികച്ച ഒരു സഹകരണം ആണ് നമുക്കുണ്ടായിട്ടുള്ളത്. സംഘാടന മികവ് കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കലോത്സവമായിരുന്നു 63ാമത്തെ സംസ്ഥാന കലോത്സവം. ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് ആ 170 പവനുള്ള ആ സ്വർണ്ണക്കപ്പ് എത്തുന്നതാണ്. എപ്പോൾ എത്തും ആ സ്വർണ്ണക്കപ്പ്? ഇന്ന് ഉച്ചയോടുകൂടി മത്സരങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വളരെ സമയബന്ധിതമായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ നടത്തി തീർത്തത്. 1-ാമത്തെ ദിവസം മുതൽ 4 ദിവസങ്ങൾ കൃത്യസമയത്ത് മത്സരം ആരംഭിച്ചു എന്നുള്ളതാണ് ഈ മത്സരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നമ്മൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ മത്സരങ്ങൾ അങ്ങനെ സമയബന്ധിതമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം, അതുപോലെ DPI, അതുപോലെ അഡീഷണൽ DG അടക്കമുള്ളവർ, അതുപോലെ എല്ലാവരുടെയും നമ്മളുടെ കൂട്ടായ പ്രയത്നമാണ് നമുക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രോഗ്രാം കമ്മിറ്റി വളരെ ശക്തമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് കൃത്യസമയത്ത് എല്ലാ ദിവസവും മത്സരങ്ങൾ ആരംഭിച്ചത് കൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി പ്രോഗ്രാംസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. സാധാരണ നാടകവേദികളൊക്കെ വെളുക്കുന്നത് വരെ പോകുന്ന വേദികൾ 10 മണിയോടുകൂടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ് നമ്മുടെ ഒരു വലിയ വിജയമായി കാണുകയാണ്. എല്ലാ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് രാത്രി വളരെ വൈകി വെളുക്കുന്നത് വരെ മത്സരങ്ങൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും പകരം 8 മണിയോടുകൂടി മത്സരങ്ങൾ അവസാനിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇന്ന് മത്സരങ്ങൾ 9 മണിക്ക് വെച്ച് ഞങ്ങൾ വളരെ നേരത്തെ, ശരിക്കും 11 മണിയോടുകൂടി പ്രധാന വേദിയിൽ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. മറ്റ് വേദികളിൽ 9 വേദികളിലാണ് ഇന്ന് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വേദികളിൽ മത്സരങ്ങൾ തുടരുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ 12:12 എല്ലാ മത്സരങ്ങളും അവസാനിപ്പിച്ച് റിസൾട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി ഇതേ വേദിയിൽ സമാപന സമ്മേളനം നടക്കും. ഒരു കുറ്റമറ്റ രീതിയിൽ പരിപാടി നടത്തിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ സംഘാടകരെന്ന നിലയിൽ? തീർച്ചയായിട്ടും നല്ലൊരു ടീം വർക്കാണ്. ഈ ഒരു മേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീം വർക്ക് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ടീം സ്പിരിറ്റ് ആണ്, ടീം വർക്കാണ്. അതെന്തായാലും ഇത്തവണ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പിന്നിൽ കാണാം വേദി ഔദ്യോഗികമായി സമാപന സമ്മേളനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സംഘാടകരുണ്ട്, അധ്യാപക സംഘടന പ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്, NTUവിൻ്റെ പ്രതിനിധികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ രീതിയിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സമാപന സമ്മേളനത്തിനായി വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 9 വേദികളിൽ മാത്രമാണ് പരിപാടികൾ പുരോഗമിക്കുന്നത്. ആ പരിപാടി ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം
ഔദ്യോഗികമായി ഈ വേദി പൂർണ്ണമായും വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കാനും ഒപ്പം തന്നെ സമാപന സമ്മേളനത്തിനായി ഒരുങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 12,000-ത്തിലധികം വരുന്ന കാണികൾ ഈ ഒരു വേദിയിൽ മാത്രമായി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമാപന സമ്മേളനത്തിനായി ഉച്ചയോടുകൂടി ഏകദേശം 3 മണിയോടുകൂടി ഔദ്യോഗികമായി ആ സ്വർണ്ണ കപ്പ് ആർക്കാണ് കലാകിരീടം കിട്ടുന്നതെന്ന് ഇപ്പോഴും ഒരു ട്വിസ്റ്റായി തുടരുകയാണ്. തൃശ്ശൂരിന്റെ തേരോട്ടം ഈ മണിക്കൂറിലും തുടരുന്നുണ്ട്. തൊട്ടു പിന്നിലായി കണ്ണൂർ ജില്ല അടക്കമുള്ളവരുമുണ്ട്. എന്തായാലും ആ മത്സരത്തിൽ എന്തെങ്കിലും അട്ടിമറി, അതായത് അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വേദി 1 പരിപാടികൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ 63ാം പതിപ്പിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴ്ത്തുകയും ചെയ്യും.